തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം എറണാകുളത്തെ അരമനയിൽ വന്ന് അവിടുത്തെ അച്ഛന്മാരെയും പ്രതിനിധികളെയും കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എത്രമാത്രം വേണമെങ്കിലും കേൾക്കാൻ തയ്യാറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് അത്. ബെനഡിക്റ്റ് മാർപ്പാപ്പ എഴുതിയ, ഈശോയെക്കുറിച്ച് എഴുതിയ പുസ്തകം കമൻട്രി ഉണ്ട്, ജീസസ് ഓഫ് നാസറത്ത്. അതിൽ മംഗളവാർത്തയുടെ പശ്ചാത്തലത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പ കൊടുക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. മാതാവ് ഈശോയെ ഗർഭം ധരിച്ചത് ചെവിയിലൂടെയാണ്. അതിന് കാരണം മാലാഖ മറിയത്തോട് പറയുന്നത് അവൾ കേൾക്കുകയാണ്. ആ കേൾവിയിലൂടെയാണ് ഈശോ രൂപം കൊണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈശോ രൂപം കൊള്ളണമെങ്കിൽ കേൾക്കാൻ, ശ്രദ്ധയോടെ കേൾക്കാൻ, ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ ഉള്ള തയ്യാറെടുപ്പുണ്ടാകണം. ശരിക്കു പറഞ്ഞാൽ ഈ സിനഡാലിറ്റിയെക്കുറിച്ച് നടന്ന സിനഡിൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, പ്രയോഗത്തിലും അത് തന്നെയാണ്. അതായത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യാസിനികൾ, അൽമായർ, ഇവരെല്ലാം 10 പേര് കൂടുന്ന ഗ്രൂപ്പ് ഒരുമിച്ചിരിക്കുക. ഒരേ ലെവലിലുള്ള കസേരകളിൽ എല്ലാവർക്കും ഒരേ സമയം ഒരേപോലെ തന്നെ അനുവദിച്ചിരിക്കുന്നു, തുല്യത. എന്നിട്ടോ കേൾവി, കേൾക്കുകയാണ്. ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കേൾവിയിലൂടെയാണ് ഈശോ രൂപം കൊള്ളുന്നത്. ഈ സിനഡിനെക്കുറിച്ചുള്ള സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാർപ്പാപ്പ ആദ്യം തന്നെ ഒരു ആഹ്വാനം പറഞ്ഞായിരുന്നു. ഇതിനകത്ത് ഒരു ഉപവാസം, മീഡിയയിൽ നിന്നും ഒരു ഉപവാസം എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചായിരുന്നു. പക്ഷെ കാർഡിനൽ മ്യൂള്ളർ, നേരത്തെ വിശ്വാസ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ, അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അമേരിക്കൻ TV-ക്ക് അഭിമുഖം കൊടുത്തു. ഇത് വലിയ വാർത്തയായി. മാർപ്പാപ്പായുടെ ക്ഷണത്തിനെതിരെ ഇദ്ദേഹം ചെയ്തുവെന്ന് റുഫീനി എന്ന PRO പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, മാർപ്പാപ്പ പറഞ്ഞിട്ടും കാർഡിനൽ മ്യൂള്ളർ അഭിമുഖം കൊടുത്തില്ലേ, അതിന് അദ്ദേഹത്തെ ശിക്ഷിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ റുഫീനി പറഞ്ഞു, ശിക്ഷിക്കാനായിട്ട് ഞാനാരാണ്? 2, ശിക്ഷിക്കാനായിട്ട് ഇത് പോലീസ് ക്യാമ്പൊന്നുമല്ല, ഇത് സാഹോദര്യ ബുദ്ധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഭാപ്രതിനിധികളുടെ യോഗമാണ് ഈ സിനഡ്. അതുകൊണ്ട് ഇവിടെ ആരും ആരെയും ശിക്ഷിക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ആഹ്വാനം വെച്ചു. അത് അവനവൻ്റെ വിവേചനത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് ആരെയും ശിക്ഷിക്കാനുള്ള ഒരു പോലീസ് ക്യാമ്പല്ല സഭ എന്ന് പറയുന്ന കൂട്ടായ്മ. മറിച്ച് ശ്രദ്ധാപൂർവം വ്യത്യസ്ത അഭിപ്രായം പറയുന്നവനെ, ഭിന്നാഭിപ്രായം പറയുന്നവനെ സഹോദര സ്നേഹത്തോടെ ശ്രദ്ധാപൂർവം കേൾക്കാനും മനസ്സിലാക്കാൻ ശ്രമിക്കാനും അവൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കേൾക്കാൻ ശ്രമിക്കാനും ഉള്ള ഒരു ഉദ്യമമാണ് സഭ എന്ന കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ മറക്കണ്ട, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞതും തട്ടിൽ പിതാവ് ആവർത്തിച്ചതും കേൾവിയിലൂടെയാണ് ഈശോ രൂപം എടുക്കുന്നത്.